അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ തവക്കലിലൂടെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉള്ളത് കൊണ്ട് നാം ജീവിതത്തിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ് ഒരുപാടൊന്നും നമുക്ക് ഈ ദുനിയാവിൻ്റെ പിറകെ പോകേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഉള്ളത് കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം മഹത്വം മനസ്സിലാക്കി അത് എത്രമാത്രമാണ് അതിൻ്റെ മൂല്യമെന്ന് അതിൻ്റെ മഹത്വമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ നാം ആണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങൾ ഏതൊരുവന്റെ ജീവിതത്തിൽ കിട്ടിയോ ലഭിച്ചോ അവൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അർബഉം മിനസ് സഅദതി, അർബഉം മിനസ് സഅദ, 4 കാര്യങ്ങളുണ്ടല്ലോ അത് സൗഭാഗ്യങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ അതുണ്ടല്ലോ ജീവിതത്തിലെ ഒരുപാട് ആഡംബരമായി ലഭിക്കണമെന്നല്ല പറയുന്നത്. അതായത് മിതത്വമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കലാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. ആ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നാൽ ഈ പറയാൻ പോകുന്ന 4 സൗഭാഗ്യങ്ങൾ ആഡംബരമില്ലാതെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലാണോ ലഭിക്കുന്നത് അവൻ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? കേട്ടോളിൻ. അതിലെ ഒന്നാമതായി അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അൽ മർഹതു സാലിഹ, ഒരു സാലിഹായ ഇണയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു ഇണയെ, ഏതൊരുവനെ, ഏതൊരുവളക്ക് ലഭിച്ചുവോ അവർ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അവർക്ക് വലിയൊരു സൗഭാഗ്യമാണ് ഈ ദുനിയാവിൽ ലഭിച്ചതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഒരു സാലിഹായ ഒരു പെണ്ണിനെ ഒരു ഭർത്താവിന് ലഭിക്കുകയും അതുപോലെ തന്നെ ഒരു ഭർത്താവിന് സാലിഹത്തായ ഒരു ഭാര്യ ലഭിക്കലും, അതായത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ ലഭിക്കുക എന്നത്
ജീവിതത്തിൽ എത്രയോ വലിയ ആനന്ദകരമാണ്. എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടാളുകൾ തമ്മിലാണ് ഒരുമിക്കുന്നതെങ്കിലോ അത് ആ ജീവിതം എത്രയോ സന്തോഷകരമായിരിക്കും, എത്രയോ ആനന്ദകരമായിരിക്കും നാം മനസ്സിലാക്കുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നാം ദീനുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.